പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ സ്നേഹം നിറഞ്ഞവരെ, ഒരു അപസ്മാര രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നതാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിച്ച് ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു പിതാവ് അപസ്മാരം ബാധിച്ച തൻ്റെ കുട്ടിയെയും കൊണ്ട് ശിഷ്യരുടെ അടുത്ത് വരുന്നു. അവർക്ക് ആ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ പിതാവ് ഈശോയുടെ അടുത്ത് സഹായം ചോദിക്കുന്നു. ഈശോ അത് ചെയ്തു കൊടുക്കുന്നു. അല്പം കഴിയുമ്പോൾ ശിഷ്യന്മാർ ഈശോയോട് സ്വകാര്യമായി ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കാൻ, ആ തിന്മയെ പുറത്താക്കാൻ കഴിയാതെ പോയത്, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ കഴിയാതെ പോയത്? ഈശോ അവരോട് പറയുന്നു, നിങ്ങളുടെ അവിശ്വാസം കൊണ്ട് തന്നെ. രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു. ഒന്ന്, ശിഷ്യന്മാരുടെ തുറവിയുള്ള ആ മനസ്സാണ്. ശിഷ്യന്മാർ തങ്ങളുടെ കുറവിനെ മനസ്സിലാക്കുന്നു, ആ കുറവിൻ്റെ കാരണം ആത്മാർത്ഥമായി അന്വേഷിക്കുന്നു. ഇതൊരു വലിയ ഗുണമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ മനസ്സിലാക്കുകയും അവ തിരുത്താനുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തുകയും ചെയ്യുമ്പോൾ ഈശോ നമുക്ക് ആ കാര്യം കൃത്യമായി വെളിപ്പെടുത്തി തരും. എനിക്ക് ഒരു കുറവുമില്ല, ഞാൻ എല്ലാ തരത്തിലും മിടുക്കനാണ്, പൂർണ്ണനാണ്, എല്ലാ കഴിവുകളും എല്ലാ സിദ്ധികളും എനിക്കൊന്ന് ഉണ്ട് എന്ന് മൂഢമായി വിശ്വസിച്ചിരിക്കുന്നതാണ് വലിയ തെറ്റ്. മാനുഷികമായ കുറവുകളും ബലഹീനതകളും എല്ലാം നമുക്കുണ്ട്. അതൊരു പക്ഷേ ഈശോയുടെ സ്ഥാനത്ത് നിന്ന് മറ്റൊരാൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും, പറഞ്ഞു തരും, മനസ്സിലാക്കി തരും. പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷെ നമ്മുടെ കുറവുകൾ നമ്മൾ കാണുന്നതിനേക്കാൾ വ്യക്തമായി കാണാനും മനസ്സിലാക്കാനും പറ്റും. പക്ഷെ അത് ചോദിക്കാനും അതിനെക്കുറിച്ച് ആത്മാർത്ഥമായി അന്വേഷിക്കുവാനും ശിഷ്യന്മാരുടേതുപോലെയുള്ള തുറവയുള്ള ഈ ഒരു മനസ്സുണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കും കുറവുകളുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ സ്നേഹപൂർവം ബോധപൂർവം തിരുത്താനുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമം നമ്മളിൽ നിന്ന് ഉണ്ടാകണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ പിതാവ് കുട്ടിയെയും കൊണ്ട് ശിഷ്യരുടെ അടുത്ത് വന്നതിന് കാരണം ഈശോ അത്ഭുത കൃത്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഈശോയുടെ കൂടെ നടക്കുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ശിഷ്യന്മാർക്കും അത്തരം ഗുണങ്ങളും സിദ്ധികളും ഒക്കെ ഉണ്ടെന്ന് ഒരുപക്ഷെ ആ പാവം പിതാവ് കരുതി കാണും. അത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല, അദ്ദേഹം സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിച്ചതാണ്. നമ്മളും ഈശോയോട് ചേർന്ന് നടക്കുന്നവരാണ്. ഈശോയെ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നവരാണ്, ഈശോയുടെ സാക്ഷികളായി ജീവിക്കുന്നവരാണ്, ക്രിസ്ത്യാനികളെന്ന് അഭിമാനിച്ച് നടക്കുന്നവരാണ്. ഈശോയ്ക്കുണ്ടായിരുന്ന ഗുണങ്ങളൊക്കെ നമ്മളിലും ഉണ്ടോ എന്ന് നമുക്ക് ആത്മാർത്ഥമായ ഒരു പരിശോധന നടത്തണം. ഒരുപക്ഷെ ഒരു വൈദികൻ എന്ന നിലയ്ക്ക്, ഒരു സന്യാസിനി എന്നുള്ള നിലയ്ക്ക്, നല്ലൊരു ആത്മായ സഹോദരനോ സഹോദരി എന്നുള്ള നിലയ്ക്ക് ഈശോയിൽ ഉണ്ടായിരുന്ന ഗുണങ്ങളും നന്മകളും ഒക്കെ നമ്മളിലും ഉണ്ടെന്ന് ആളുകൾ ധരിച്ച് നമ്മളോട് അത് ചോദിച്ചു വരുമ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റാതെ പോയാൽ അത് നമ്മൾ ഈശോയ്ക്ക് എതിർസാക്ഷ്യം ഒരുപക്ഷെ വഹിക്കുന്നവരായി മാറും. അതുകൊണ്ട് നമ്മൾ ഈശോയുടെ കൂടെ നടക്കുന്നുവെന്ന് പറയുമ്പോൾ ഈശോയുടെ സിദ്ധികളും ഈശോയുടെ നന്മകളും ഈശോയുടെ ഗുണങ്ങളും ഒക്കെ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുവാനും കൊണ്ടുവരുവാനും സ്വീകരിക്കുവാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതാണ്. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലെ പ്രസിദ്ധമായ ഒരു സന്ദർഭം, ഒരു കഥ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഫ്രാൻസിസും അദ്ദേഹത്തിൻ്റെ തുണ സഹോദരൻ ലിയോയും ഒരിക്കലൊരു പാടത്തിൻ്റെ വരമ്പിൽ കൂടെ നടക്കുമ്പോൾ ചേറിൽ കിളച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആ പണിയായുധം അവിടെ വെച്ചിട്ട് ഓടി ഇവരുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഫ്രാൻസിസിനോട് മറ്റ് മുഖവുരകളൊന്നുമില്ലാതെ പറയുന്നു, ഫ്രാൻസിസെ, നീ ഒരു വിശുദ്ധനാണെന്നാണ് ലോകം പറയുന്നത്, നീ അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് ആ മനുഷ്യൻ തിരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ പാടത്തിൽ അദ്ദേഹം കൃഷിസ്ഥലത്ത് പണി ചെയ്യാൻ തുടങ്ങി. ഫ്രാൻസിസ് തിരിഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ലിയോ എന്ന സഹോദരനോട് പറഞ്ഞു, ലിയോ നോക്കൂ, ദൈവം വന്ന് എന്നെ ഓർമ്മിപ്പിച്ചിട്ട് പോയി, നമ്മളെ ഓർമ്മിപ്പിച്ചിട്ട് പോയി, നമ്മൾ വിശുദ്ധരായി ജീവിക്കണമെന്ന്. കാരണം അങ്ങനെയാണെന്ന് ലോകവും ദൈവവും നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു. ശിഷ്യന്മാരുടെ അടുത്ത് ഈ പിതാവ് വന്നതും ഈശോയുടേതുപോലെയുള്ള സിദ്ധികൾ ഒരുപക്ഷെ ആ ശിഷ്യന്മാർക്കുണ്ട് എന്ന് കരുതിയിട്ടാണ്. കൂടെ നടക്കുന്ന നമുക്ക്, ഈശോയുടെ കൂടെ നടക്കുന്ന നമുക്ക് ഈശോയുടെ ഗുണങ്ങളും ഈശോയുടെ നന്മകളും ഈശോയുടെ മനസ്സും ഉണ്ടാക്കിയെടുക്കാൻ, അതിനുള്ള പരിശ്രമം നടത്താൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയോട് കൂടുതൽ അനുരൂപപ്പെട്ടവരാകാൻ, ഈശോയിലുണ്ടായിരുന്ന ഗുണങ്ങളും നന്മകളും ഈശോയുടെ നല്ല മനസ്സും ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രാവർത്തികമാക്കുവാനും, അങ്ങനെ മറ്റുള്ളവർക്ക് അത് നന്മയാക്കി മാറ്റി ഈശോയെ കൂടുതൽ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണം.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.